ജോസ് കെ മാണി വിമർശിച്ചതിന് CPIM പുറത്താക്കിയ പാലാ നഗരസഭാ കൗൺസിലർ ബിനു പുളിക്കക്കണ്ടത്തിനെതിരെ വീണ്ടും പ്രതിഷേധം. നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിൽ LDF കൗൺസിലർമാരാണ് പ്രതിഷേധിച്ചത്. CPIM ജോസ് കെ മാണിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി എന്ന് ബിനു പുളിക്കക്കണ്ടം ആരോപിച്ചു. ജോസ് കെ മാണിയുടെ രാജ്യസഭാ സീറ്റ് പിൻവാതിലിലൂടെ നേടിയതാണെന്നായിരുന്നു CPIM കൗൺസിലർ ബിനു പുളിക്കക്കണ്ടത്തിന്റെ വിമർശനം. മണിക്കൂറുകൾക്കുള്ളിൽ ബിനുവിനെ CPIM പാർട്ടിയിൽ നിന്നും പുറത്താക്കി. ഇതിന് പിന്നാലെ പാലാ നഗരത്തിൽ ബിനുവിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടും ജോസ് കെ മാണിക്ക് എതിരായും ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. ഇതാണ് കേരള കോൺഗ്രസ് എമ്മിനെ ചൊടിപ്പിച്ചത്. പാലാ നഗരസഭയ്ക്ക് മുന്നിൽ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡ് ചെയർമാന്റെ നേതൃത്വത്തിൽ തന്നെ എടുത്തുമാറ്റി കത്തിച്ചു. വാസ്തവത്തിൽ ഇത് ജോസ് കെ മാണിയോട് കഴിഞ്ഞ 5 വർഷമായി തുടരുന്ന ഒരു ശല്യമായിട്ടാണ് ഞങ്ങൾ ഇയാളെ കണക്കാക്കുന്നത്. അതേസമയം പാർട്ടി പുറത്താക്കിയതോടെ ബിനു പുളിക്കക്കണ്ടം CPIMനെതിരെയും പ്രതികരിച്ചു. വെറും ഒരു പാർട്ടി പ്രവർത്തകനായ, വെറും ഒരു പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റി അംഗമായ ഒരു കൗൺസിലർ മാത്രമായ എന്നെ വേണോ? അല്ലെങ്കിൽ ഒരു മുന്നണിയിൽ ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ മുഖമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അദ്ദേഹത്തിന്റെ. അതൊരു പക്ഷേ ഇടതുപക്ഷ മുന്നണിക്ക് അനിവാര്യമാണ്. അതൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. പക്ഷെ ഞാൻ മുന്നോട്ട് വെച്ചത് അദ്ദേഹത്തിന്റെ പ്രവർത്തന വൈകല്യം തന്നെയാണ്. അതിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. എന്നാൽ ബിനു പുളിക്കക്കണ്ടത്തിനെതിരായ നടപടിയിൽ ഇടപെട്ടിട്ടില്ല എന്നാണ് കേരള കോൺഗ്രസ് എം പറയുന്നത്. ബിനുവിനെ പുറത്താക്കിയത് പാലാ നഗരസഭയിൽ കേരള കോൺഗ്രസിന് ആശ്വാസമാണ്. എന്നാൽ ജോസ് കെ മാണിക്കെതിരെ ബിനു പുളിക്കക്കണ്ടം വീണ്ടും നീക്കങ്ങൾ നടത്തിയാൽ പാലായിലടക്കം വലിയ വെല്ലുവിളി കേരള കോൺഗ്രസിന് നേരിടേണ്ടി വരും. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24.